ഹലോ, അപ്പോൾ ഇന്നൊരു പരീക്ഷണമാണ്. ആദ്യമായിട്ട് ഞാൻ ബ്രോസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ് കേട്ടോ. കറി വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിയ ചിക്കനായിരുന്നു. അതിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള കുറച്ച് പീസ് ഞാൻ അങ്ങോട്ട് എടുത്ത് മാറ്റി. പിന്നെ ഇത് എൻ്റെ സ്റ്റൈലിലുള്ള ബ്രോസ്റ്റാണ്, ഒറിജിനൽ ബ്രോസ്റ്റ് റെസിപ്പിയാണെന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. പക്ഷേ ടേസ്റ്റ് നമ്മൾ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ല, ശരിക്കും നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന രീതിയിൽ തന്നെ എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആദ്യം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയെടുത്ത ചിക്കൻ പീസിലേക്ക് മസാലപ്പൊടികളൊക്കെ ചേർത്തൊന്ന് മാഗ്നേറ്റ് ചെയ്തു. പിന്നെ 2 മുട്ട എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് മൈദയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം കേട്ടോ. ഒരു ദിവസം നമ്മൾ പുറത്തുനിന്ന് ഫുഡ് കഴിച്ചപ്പോൾ കുഞ്ഞപ്പനും കുഞ്ഞുങ്ങൾക്കൊക്കെ ഇത് വേണമെന്ന് പറഞ്ഞായിരുന്നു. അവരൊന്നില്ലായിരുന്നു കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ ഞാനതൊന്ന് ട്രൈ ചെയ്ത് നോക്കാൻ വിചാരിച്ചത്. ഓർഡർ ചെയ്യാനായിട്ടൊന്നും നിന്നില്ല, ഞാൻ തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞു. ഞാനത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്, ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതേ നമ്മൾ നേരത്തെ മസാലയൊക്കെ തേച്ച് വെച്ചിരുന്ന ആ ഒരു ചിക്കൻ പീസാണ് കേട്ടോ ഇത്. അത് ഇതിലേക്ക് ഇട്ടിട്ട് ഒന്ന് മുക്കിയെടുക്കുക. അപ്പോൾ കംപ്ലീറ്റ് പീസ് ഇതുപോലെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ബ്രെഡ് ക്രംസ് എടുക്കുക. അപ്പോൾ കുറച്ച് ബ്രെഡ് എടുത്തിട്ട് ഇതുപോലെ ഞാൻ മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കാൻ പോവാണ് കേട്ടോ. ശരിക്കും നമ്മൾ കോൺഫ്ലെക്സ് ആണ് എടുക്കുക, പക്ഷേ പെട്ടെന്ന് തോന്നിയൊരു കാര്യമാണല്ലോ. അതുകൊണ്ട് വീട്ടിൽ ബ്രെഡ് ഉണ്ടായിരുന്നു, അപ്പോൾ ഞാനതെടുത്ത് അങ്ങ് പൊടിച്ചെടുത്തു. അതിലേക്ക് കുറച്ച് മൈദയും കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. അതിൽ നമുക്ക് കുറച്ച് കോൺഫ്ലവർ ചേർക്കാം കേട്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ചിക്കൻ പീസ് ഇതിൽ മുക്കിയെടുക്കുക എന്നുള്ളതാണ് അടുത്ത പരിപാടി. അപ്പോൾ ഓരോ പീസായിട്ട് ഞാൻ ഇതുപോലെ ഇട്ടിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മുടെ ഈ ബ്രെഡ് ക്രംസ് കൂടി ഒന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ എല്ലാ ചിക്കൻ പീസും സെറ്റാക്കി എടുക്കുക. ഇതിങ്ങനെ ഇരിക്കുന്നത് കാണാൻ തന്നെ ഒരു രസമാണ് കേട്ടോ. ഏകദേശം കാര്യങ്ങളൊക്കെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്ന് വെച്ചാൽ നമുക്കതൊന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഒരു പാനിലേക്ക് എണ്ണ ചൂടാവാൻ വയ്ക്കുക. നന്നായിട്ട് തിളച്ച എണ്ണയിലേക്ക് ഹൈ ഫ്ലെയിമിൽ തന്നെ നമ്മുടെ ചിക്കൻ പീസ് ഞാൻ ഇട്ട് കൊടുക്കുകയാണ്. പിന്നെ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് ആക്കിയിട്ടുണ്ടായിരുന്നു, ചിക്കൻ ഒന്ന് വേവണമല്ലോ. എന്നിട്ട് ഇതുപോലെ കുറേശ്ശെ പീസുകളായിട്ട് ഇട്ടിട്ട് അത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുത്തു. നല്ല രീതിക്ക് ഒന്ന് ഫ്രൈ ചെയ്തെടുത്തു കേട്ടോ. പിന്നെ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന രീതിയിൽ ചെയ്തതുകൊണ്ട് നമുക്കിതിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പക്ഷേ സംഭവം നല്ല അടിപൊളിയായിട്ട് തന്നെ കിട്ടി. ടേസ്റ്റ് നല്ല രസമായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിച്ച് നോക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കുഞ്ഞപ്പനും കുഞ്ഞുമോളും ചേച്ചിയും മമ്മിയും ഡാഡിയും ഒക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി അങ്ങനെ കഴിച്ച് നോക്കി. ശരിയാവും എന്നുള്ള ഡൗട്ട് ഉണ്ടായിരുന്നെങ്കിലും സംഭവം സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുഞ്ഞിന് സ്പെഷ്യലായിട്ടൊരു കാര്യം ഉണ്ടാക്കുന്നുണ്ടെന്ന് പറഞ്ഞ നേരം തൊട്ട് അവനിങ്ങനെ നടക്കാണ്, റെഡിയായോ എന്ന് ചോദിച്ചിട്ട്. അങ്ങനെ ഫ്രൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ 2 പീസ് കുഞ്ഞപ്പനോടൊന്ന് കൊടുത്തു. അവൻ നല്ല അടിപൊളിയാണെന്ന് പറഞ്ഞു കേട്ടോ. അപ്പോൾ സൈഡിലിരുന്ന ഒരാൾ ഇങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കാണ്ട് മേമേ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ കുഞ്ഞുമോൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അവൾ വീഡിയോയിൽ നോക്കിയാണ് കഴിക്കണേ. എല്ലാ കുട്ടികളെയും പോലെ തന്നെ അവൾക്കും ചിക്കൻ ഭയങ്കര കാര്യമാണ്. അപ്പോൾ എന്തായാലും നമ്മൾ ഉദ്ദേശിച്ച സംഭവം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.